കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ കേരളത്തിലെ ഓരോരുത്തരെയും നെഞ്ച് കലക്കിയ പ്രമുഖ നടിയുടെ ആക്രമണ കേസിൽ വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും അതുപോലെ അഭ്യൂഹങ്ങൾക്കും എല്ലാം വിരാമം വിട്ടുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അന്തിമ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025 ഡിസംബർ 8 ഇന്ന് പ്രഖ്യാപിച്ച വിധി മലയാള സിനിമയിലെ അധികാര സമവാക്യങ്ങളെയെല്ലാം നീതിന്യായ വ്യവസ്ഥയും അതുപോലെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയും ചെയ്തു. കേസ് നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെ പ്രതികളെ കോടതി കുറ്റക്കാരെ കണ്ടെത്തിയെങ്കിലും കേസിലെ മുഖ്യ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച 8ാം പ്രതിയും നടനുമായ ദിലീപിനെ, അതായത് പി ഗോപാലകൃഷ്ണനെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടത് നിയമരംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ദിലീപിന് രക്ഷപ്പെടലിന് കാരണമായ നിയമപരമായ പഴുതുകളും വിധിക്ക് പിന്നിലെ നടക്കുന്ന സത്യങ്ങളും പുറത്തു വരുമ്പോൾ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഒരുങ്ങുകയാണ് അതിജീവിതയും അതുപോലെ പ്രോസിക്യൂഷനും. 2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് പ്രമുഖ നടി സഞ്ചരിച്ച വാഹനത്തിൽ ഒരു സംഘം അതിക്രമിച്ച് കയറി ആക്രമണം നടത്തുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ ആക്രമണമാണിതെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. 1ാം പ്രതിയായ പൾസർ സുനി എന്ന സുനിൽ NSനെയും പിടിയിലായതോടെയാണ് കേസിന് കൂടുതൽ ക്രിമിനൽ ഗൂഢാലോചനയുടെ മാനം തന്നെ കൈവരുന്നത്. പൾസർ സുനിയുടെ മൊഴികളും തുടരന്വേഷണങ്ങളും പ്രമുഖ നടനായ ദിലീപിന്റെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് നേരെ ആരോപണ ശരങ്ങൾ ഉയർന്നപ്പോഴും പിന്നീട് പ്രതി ചേർത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴുമെല്ലാം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ദിലീപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവവുമായി ബന്ധമില്ലാത്ത യാതൊരു തെറ്റും ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയനും DGP ഉൾപ്പെടെയുള്ളവർക്കും കത്തയച്ച സന്ദേശങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്തു. കത്തയച്ച സംഭവങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്തതാണ്. പ്രോസിക്യൂഷന്റെ വാദമനുസരിച്ച് ദിലീപിന്റെ ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരുമായി കാവ്യ മാധവനുമായുള്ള ചാറ്റുകൾ നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ഈ കൊട്ടേഷന് കാരണമെന്നുള്ളത്. അതായത് കാവ്യ മാധവനുമായുള്ള ബന്ധം ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരെ അറിയിച്ചതാണ് ഈ വൈരാഗ്യത്തിനുള്ള പ്രധാന കാരണമെന്നാണ്. ഈ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെ മോട്ടീവായി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയാണെന്ന് ദിലീപ് വാദിക്കുകയായിരുന്നു. ഈ വാദം ശരിയാണെന്ന് തെളിയിക്കുന്ന വിധിയാണ് വൈകിയെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദിലീപ് അറസ്റ്റിലായത് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. സിനിമാ രംഗത്തെ ഞെട്ടിച്ച ഈ അറസ്റ്റിന് പിന്നാലെ കേസ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന വനിതാ കൂട്ടായ്മകൾക്ക്, അതായത് WCCക്ക് ഏറെ പ്രചോദനമായി മാറുകയും ചെയ്തു. നീണ്ട കാലത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപ് ജാമ്യം തേടി പുറത്തും വന്നു. 6 വർഷത്തിലധികം നീണ്ടുന്ന വിചാരണ പലപ്പോഴും നാടകീയ രംഗങ്ങൾക്കും അതുപോലെ നിയമപരമായ വെല്ലുവിളികൾക്കും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. വിചാരണയുടെ പ്രധാന വെല്ലുവിളികളിലൊന്ന് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ സാക്ഷികളുടെ മൊഴിമാറ്റം തന്നെയായിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം നിരവധി സാക്ഷികൾ കോടതിയിൽ കൂറുമാറിയത് പ്രോസിക്യൂഷന് കേസിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതിഭാഗമെല്ലാം ശ്രമിച്ചുവെന്ന ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മൊഴിമാറ്റം ഗൂഢാലോചന ഭാഗത്തെ ദുർബലപ്പെടുത്താൻ കാരണമായി എന്നുള്ളത് തന്നെയാണ് ദിലീപിന് അനുകൂലമായി ഭവിച്ചതും. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഈ കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയതാണ് കൂടുതൽ തുടരന്വേഷണത്തിന് വഴിയൊരുക്കിയതും. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന വാദത്തിൽ ഏറ്റവും ശക്തമായ സാഹചര്യ തെളിവുകൾ നൽകിയത് അദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ വിധി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മൊഴികളും തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നെങ്കിലും വിധി വന്നപ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാതെ പോയത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് നിയമപരമായി കൂടുതൽ കരുത്ത് പകരാൻ കഴിയാതെ പോയതിനാൽ തന്നെയാണ്. ഹൈക്കോടതിയിൽ ഈ കേസ് അപ്പീലിന് പോകുമ്പോൾ അദ്ദേഹം നൽകിയ മൊഴികളും ഡിജിറ്റൽ തെളിവുകളുമായിരിക്കും പ്രോസിക്യൂഷന് പ്രധാനമായും ആശ്രയിക്കേണ്ടി വരിക. വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയിൽ പലതവണ ഹർജികൾ നൽകുകയും ചെയ്തതാണ്. വിചാരണയുടെ നീതിയുക്തത ചോദ്യം ചെയ്യപ്പെടുകയും കേസിൽ പക്ഷപാതത്വം ആരോപിച്ച് വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം വരെ ഉയരുകയും ചെയ്തതാണ്. വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ 90-ലധികം ഹർജികളാണ് ദിലീപ് സമർപ്പിച്ചത്. എല്ലാ കേസുകളിലും അതിജീവിത നിയമപരമായി അതിശക്തമായി പ്രതിരോധം തീർക്കുകയും ചെയ്തതാണ്. വിധി പ്രഖ്യാപനത്തിൽ കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന ഭാഗത്തെ ദുർബലപ്പെടുത്തുന്നു കൂടിയായിരുന്നു. ദിലീപ് രക്ഷപ്പെട്ടതിന് പിന്നിലെ നടക്കുന്ന നിയമപരമായ കാരണങ്ങൾ ഇവ തന്നെയാണ്. ഒരു ക്രിമിനൽ കേസിൽ കുറ്റം സംശയാതീതമായി തെളിയിക്കണം എന്നുള്ളത്, അതായത് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് തെളിയിക്കണം എന്നുള്ളത് തന്നെയാണ്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായ കോടതിക്ക് സ്വീകാര്യമായ ശക്തമായതും നേരിട്ടുള്ളതുമായ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. പ്രതിയുടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതിന് ശക്തമായ സാഹചര്യ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്തത് ദിലീപിന് വിധി അനുകൂലമായി ഭവിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ കൂട്ടത്തോടെയുള്ള മൊഴിമാറ്റം കേസിന്റെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ മുതലെടുക്കാൻ പ്രതിഭാഗത്തിന് സാധിക്കുകയും ചെയ്തു. ദിലീപിനെതിരെയുള്ള വാദങ്ങളെ പിന്തുണയ്ക്കാൻ കോടതിക്ക് ഈ മൊഴികൾ പൂർണ്ണമായും ആശ്രയിക്കാനായില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ്. ഗൂഢാലോചന കേസുകളിൽ സാഹചര്യ തെളിവുകളാണ് പ്രധാനമെന്നിരിക്കുമ്പോൾ തന്നെ ദിലീപിനെതിരെ ഹാജരാക്കിയ പല സാഹചര്യ തെളിവുകളും
പ്രതിഭാഗത്തിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിച്ചു. സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ ഫോൺ സംഭാഷണങ്ങൾ എന്നിവയെല്ലാം ഗൂഢാലോചനയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിൽ വന്ന, അതായത് നേരിട്ട് ബന്ധപ്പെടുത്തുന്നതിൽ വന്ന പാളിച്ചകൾ ദിലീപിന് അനുകൂലമായി മാറുകയും ചെയ്തു. നിയമം പ്രവർത്തിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് കൂടി നാം ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തെളിവുകളുടെ അഭാവം ഒരു വലിയ ഗൂഢാലോചന കേസിൽ ദിലീപിന് തുണയായി എന്നതാണ് കോടതി വിധിയുടെ നടുക്കുന്ന നിയമപരമായ സത്യം. ദിലീപിനെ വെറുതെ വിട്ടപ്പോഴും കേസിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളെ കോടതി കുറ്റക്കാരനായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് പൾസർ സുനി, അതുപോലെ തന്നെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് എന്നിവരാണ്. ഇവർക്കെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. ഇവരുടെ ശിക്ഷാവിധി പിന്നീട് കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് 12-ന് കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ ദിലീപിന് തൻ്റെ നിരപരാധിത്വം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ വേട്ടയാടാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് ഈ വിധിയെന്നും സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിധി വന്നതിന് ശേഷം ദിലീപിന്റെ വീട്ടിലും സിനിമാ രംഗത്തും വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ആരാധകർ ലഡ്ഡു വിതരണം ചെയ്യുകയും മുദ്രാവാക്യം വിളിച്ചും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും മാധ്യമങ്ങൾ പോലും തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. മാധ്യമങ്ങൾ അപ്പോഴും എടുത്തു പറഞ്ഞത് ഞങ്ങൾ എക്കാലത്തും എല്ലായ്പ്പോഴും അവൾക്കൊപ്പം മാത്രമാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ നിലകൊള്ളുന്നതും ഇതുവരെ നിലകൊണ്ടതും ഇനി നിലകൊള്ളുന്നതും മാധ്യമങ്ങൾ എല്ലാവരും എടുത്തു പറയുന്നത് അവൾക്കൊപ്പം മാത്രമാണ് എന്ന് തന്നെയാണ്. നീതിക്ക് വേണ്ടി അതുല്യമായ ധൈര്യത്തോടെയും അതുപോലെ തന്നെ അതിജീവന ശേഷിയോടെയും പോരാടിയ അതിജീവിതയ്ക്ക് ആക്രമണം നടത്തിയവർ ശിക്ഷിക്കപ്പെട്ടതിൽ ആശ്വാസമുണ്ടെങ്കിൽ പോലും പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെ പോയത് വലിയ തിരിച്ചടിയാണ്. അതിജീവിതയ്ക്ക് നിയമപരമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഉമണിൻ സിനിമ കളക്റ്റീവായ WCC ഉറപ്പിച്ച് പറയുന്നുണ്ട്. WCC പുറത്തിറക്കിയ പ്രസ്താവനയിൽ അതിജീവിതയുടെ ധീരതയെ അഭിനന്ദിക്കുകയും അവരുടെ പോരാട്ടത്തിൽ സംഘടന ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നീതി ഉറപ്പാക്കേണ്ടവർ ഉറങ്ങുന്നതായി നടിക്കുകയാണോ എന്ന തരത്തിലുള്ള ശക്തമായ വിമർശനവും WCCയുടെ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനം കേസിൽ പ്രതിഫലിച്ചു എന്ന പരോക്ഷമായ സൂചനയും സംഘടന നൽകുന്നുമുണ്ട്. ഈ കേസിൽ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന അന്തരിച്ച PT തോമസ് കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ രാഷ്ട്രീയ ഭീഷണികളെല്ലാം മറികടന്ന് അതിജീവിതയ്ക്ക് ധാർമ്മിക പിന്തുണ നൽകിയത് അല്ലെങ്കിൽ നൽകുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി മാറുകയാണ്. ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും മറ്റു രാഷ്ട്രീയ നേതാക്കൾ വിധിയിൽ നിരാശ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലായ്പ്പോഴും അവൾക്കൊപ്പം മാത്രമാണെന്നാണ് സർക്കാരും പറയുന്നത്. പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ശക്തമായ അപ്പീൽ നൽകണമെന്നും അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒപ്പം നിൽക്കണമെന്നും നേതാക്കൾ ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ BS അച്യുതാനന്ദൻ ഇത്തരം വിഷയങ്ങളിൽ അതിജീവിതയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്ന നിലപാടാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഈ നിലപാട് ഈ കേസിലും അതിജീവിതയ്ക്ക് ധാർമ്മിക പിന്തുണ നൽകുന്നതായി കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. സന്ധ്യ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവരെല്ലാം ഉൾപ്പെട്ട അന്വേഷണ സംഘം പ്രോസിക്യൂഷനും വിധിയിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. അവസാന വിധി വരുന്നതുവരെ അതിജീവിതയ്ക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം പ്രതിബദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ദിലീപിനെ വെറുതെ വിട്ട വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിയമപരമായ നടപടികൾ അവർ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഈ വിധി പ്രഖ്യാപനം അതിജീവിതയ്ക്കും പ്രോസിക്യൂഷനും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ദിലീപിനെ വെറുതെ വിട്ട വിധി ചോദ്യം ചെയ്ത പ്രോസിക്യൂഷൻ ഉടൻ തന്നെ ഹൈക്കോടതി അപ്പീലും നൽകും. വിചാരണ നടപടി കോടതി മുതൽ സുപ്രീം കോടതി വരെ 90 ഹർജികൾ സമർപ്പിച്ച് ദിലീപ് നടത്തിയ നിയമപരമായ പ്രതിരോധത്തെ മറികടക്കാൻ കൂടുതൽ ശക്തമായ തെളിവുകളുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. തുടരന്വേഷണത്തിൽ കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളും മറ്റ് വിവരങ്ങളും ഉപയോഗിച്ച് വീണ്ടും നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് നീക്കങ്ങളെല്ലാം. ഗൂഢാലോചന കേസിന്റെ വിധി മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ല് കൂടിയാണ്. സിനിമാ മേഖലയിലെ അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനവും അതിലെടുത്ത് പറയേണ്ടത് ആണധികാര കേന്ദ്രത്തിന്റെ സ്വാധീനവും വലിയ കേസുകളിലെ തെളിവുകൾ ശേഖരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും അന്വേഷണ ഏജൻസികൾക്ക് വരുന്ന വെല്ലുവിളികളും ഈ കേസ് എടുത്തു കാട്ടുന്നത് കൂടിയായിരുന്നു. വിചാരണ കോടതിയിലെ ഈ അധ്യായം അവസാനിക്കുമ്പോൾ എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് ഹൈക്കോടതിയുടെ തുടർ നടപടികളിലേക്ക് തന്നെയാണ്. ഹൈക്കോടതിയിൽ ഈ കേസിന്റെ വിധി മാറിമറിയാനുള്ള സാധ്യതകളെയും തള്ളിക്കളയാനാവില്ല. നീതിക്ക് വേണ്ടി ധീരമായി നിലകൊണ്ട അതിജീവിതയുടെ ഈ പോരാട്ടം നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ തെളിവുകളുടെ കുറവ് പലപ്പോഴും പ്രതിക്ക് അനുകൂലമായി ഭവിക്കുന്ന സത്യം ഈ വിധി കൊണ്ടും അടിവരയിടുന്നതാണ്. നിയമ പോരാട്ടത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ നിർണായകമാവുകയും ചെയ്യും. ഹൈക്കോടതി വിധി വരുന്നതുവരെ അതിജീവിതയ്ക്ക് നീതിക്കായുള്ള കാത്തിരിപ്പ് തുടരേണ്ടി വരും. അപ്പോഴും കേരളത്തിലെ ഓരോ ജനങ്ങളും, ഓരോ അമ്മമാരും, ഓരോ സഹോദരിമാരും, ഓരോ സഹോദരങ്ങളും ആവർത്തിച്ച് പറയുന്നുണ്ട്, നിരുപാധികം അവൾക്കൊപ്പം തന്നെയാണ് ഞങ്ങളെല്ലാം.
ഈ ഞാനടക്കം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിരുപാധികം അവൾക്കൊപ്പം മാത്രമാണ് ഞങ്ങളെല്ലാവരും.